പ്രൊഫഷണൽ ലൈഫിലായാലും അക്കാഡമിക് ലൈഫിലായാലും കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ നോർമൽ ലൈഫിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനും. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കിന്ന് ക്യാമ്പസ് സെർച്ചിൻ്റെ വീഡിയോയിലൂടെ നോക്കാം. ഈ ഒരു കാലത്ത് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും മെയിൽ വഴിയും അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിലേക്ക് എത്താറുള്ളത്. പ്രൊഫഷണലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇമെയിൽസിനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊഫഷണൽ ഇമെയിൽ നെയിം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മെസ്സേജ് ആയാലും നമ്മുടെ മറ്റു കാര്യങ്ങൾക്കായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽസ് ആണ്. അപ്പോൾ ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രൊഫഷണൽ നെയിം ഇമെയിലിന് കൊടുക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രൊഫൈൽ പിക്ചറും കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇമെയിൽ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രൊഫഷണൽ ടോണും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി തരാൻ നൽകി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ സമയത്ത് നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള വാക്കുകളും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സമയത്തിനെ റെസ്പെക്ട് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫണ്ടമെന്റൽ ടൂൾ എന്ന് പറയുന്നത് ഇമെയിലാണ്. സോ ഇമെയിൽ ഇറ്റിക്വിറ്റിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിൽ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. ഇമെയിൽസ് അയക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വലിച്ചു വാരി എഴുതുന്നതിന് പകരം നമുക്ക് എന്താണോ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ അതിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നല്ലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റ് കൊടുക്കുക. നമുക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു സബ്ജക്ട് ടോപ്പിക്കായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇത് ആ വായിക്കുന്ന ആൾക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് തരാനും കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൺലൈൻ മീറ്റിംഗ് വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അവോയ്ഡ് ഡോമിനേറ്റിംഗ് കോൺവെർസേഷൻ. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് കയറി സംസാരിച്ച് ആ ഒരു കോൺവെർസേഷൻ ഫ്ലോപ്പ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. നമ്മുടെ ഓപ്പോസിറ്റിരിക്കുന്ന സംസാരിക്കുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻസിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. സോ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ കുറച്ച് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇതിന് മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പസ് സെർച്ചിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വരുന്ന വീഡിയോയിലൂടെ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.